അപ്പോൾ നമുക്കൊരു ചിത്രം വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ട്യൂട്ടോറിയലാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം ഒരു ബുക്ക് എടുക്കുക, എന്നിട്ട് നമുക്കൊരു സോക്സ് വരയ്ക്കാം. അതായത് നമ്മുടെ ക്രിസ്മസിനൊക്കെ കാണുന്ന ഒരു സോക്സ് ഉണ്ടല്ലോ, വിത്ത് റെഡ് ആൻഡ് വൈറ്റ് ഒക്കെ ഉള്ള ഒരു സോക്സ്. ഓക്കെ, അത് വരയ്ക്കുക. ഞാനിത് ഫ്രീ ഹാൻഡായിട്ട് എനിക്ക് തോന്നുന്ന പോലെ വരച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും ഒന്നെങ്കിൽ ഇത് നോക്കി വരയ്ക്കുക, അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ടിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് നോക്കി വരയ്ക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ 30 രൂപയുടെ വാട്ടർ കളർ എടുക്കുക. അതിലുള്ള റെഡ് ഞാനിപ്പോൾ എടുത്തത് കണ്ടില്ലേ, ആ റെഡ് എടുത്തിട്ട് ഈ ഒരു പോർഷൻ മുഴുവനായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലായിടത്തും ലൈറ്റായിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്താൽ കേട്ടോ. നെക്സ്റ്റ് എന്താണെന്ന് അറിയാം, ഞാൻ എടുക്കുന്ന ആ ഒരു ബ്ലൂ കാണുന്നില്ലേ, ആ ഒരു ബ്ലൂ കുറച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് വെള്ളം എടുത്തിട്ട് ആ ബ്ലൂ മിക്സ് ചെയ്ത് ഇതുപോലെ ആ സോക്സ് ഒഴികെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഇതുപോലെ കൊടുക്കണം. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു പാത്രത്തിൽ കുറച്ച് വാട്ടർ എടുത്തിട്ട് ഈ ബ്ലൂ എടുക്കുക. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ വെള്ളം കൂടുതലായിട്ടും കളർ കുറച്ചായിട്ടും കിട്ടും. അങ്ങനെ ഇതുപോലെ ഫുള്ളായി ഫില്ല് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ റെഡ് തന്നെ, നമ്മൾ നേരത്തെ എടുത്ത റെഡ് തന്നെ എടുത്തിട്ട് ഇങ്ങനെ ഔട്ട്ലൈൻ പോലെ കട്ടിയായിട്ടൊന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അത് ബ്ലെൻഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഔട്ട്ലൈൻ കട്ടിയായി കൊടുത്തിട്ട് നമ്മൾ ബ്രഷ് വാഷ് ചെയ്തിട്ട് ആ ഉള്ള കളർ കളഞ്ഞിട്ട് വെള്ളം മാത്രം എടുത്തിട്ട് ആ ഔട്ട്ലൈൻ കൊടുത്ത കളറ് കുറച്ചായിട്ട് ഉള്ളിലേട്ടേക്ക് നമ്മൾ ഇങ്ങനെ വലിച്ചെടുക്കില്ല, അങ്ങനെ വലിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ വെള്ളത്തിൽ മുക്കും. എന്നിട്ട് ആ ഒരു റെഡ് പോർഷൻസ് ബ്ലെൻഡ് ചെയ്ത് കണ്ടോ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ എടുക്കും. ഓക്കെ, കണ്ടോ, കളർ ഇല്ലാണ്ട് വെറും വെള്ളം മാത്രം ബ്രഷിലെടുത്തിട്ടാണ് അങ്ങനെ ബ്ലെൻഡ് ചെയ്യുക. നമ്മൾ നടുക്ക് പോർഷനിലേക്ക് വെത്തുമ്പം ലൈറ്റായിട്ട് വരണം. ഓക്കെ, ഫൈൻ, മനസ്സിലായല്ലോ. പക്ഷേ ഞാൻ ക്ലാസ് എടുക്കുന്ന പോലെയാണ് ചോദിക്കുന്നത്, നിങ്ങളോട് മനസ്സിലായല്ലോ അല്ലേ എന്നൊക്കെ. ഓക്കെ, ഫൈൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതില്ലേ, ബ്ലാക്ക് എടുക്കുക. ബ്ലാക്ക് എടുത്തിട്ട് നന്നായിട്ട് എടുക്കരുത്, ഒരു തുള്ളി ബ്ലാക്ക് എടുക്കുക. ഇനിയിപ്പോൾ കൂടിപ്പോയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം മാത്രം ബ്രഷ് വാഷ് ചെയ്ത് വെള്ളം മാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണ്ടോ, ഈ ഒരു ഭാഗങ്ങളിൽ മാത്രം, ഞാൻ എവിടേക്കാണോ കൊടുക്കണേ ആ ഭാഗം മാത്രം കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഷെയ്ഡിങ് പോലെ തോന്നില്ല. ഓക്കെ, കണ്ടോ, ബ്ലാക്ക് ഒരു ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുത്താൽ മതി. ഓക്കെ, അഥവാ കൂടിപ്പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ബ്രഷ് വാഷ് ചെയ്തിട്ട് വെള്ളം മാത്രം എടുത്തിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആ ബ്ലാക്ക് കൂടിയ ഭാഗത്ത് കുറച്ച് വെള്ളം ഇട്ടിച്ചിട്ട് ബ്രഷ് കൊണ്ട് വലിച്ച് എടുത്ത് കളയുക. ഓക്കെ, ഇതുണ്ട്. ഇപ്പം ഞാനവിടെ കുറച്ച് കൂടിപ്പോയി കളറ്, അപ്പോൾ ഞാൻ ഇത് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ അവിടുത്തെ ഡാർക്ക് കുറഞ്ഞില്ലേ, അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ കൊടുക്കുന്നത്. എന്തായാലും ഇത് നോക്കിയിട്ട് വരയ്ക്കുന്നവർക്ക് ഇതുപോലെ വരയ്ക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തത് റെഡില്ലേ, ആദ്യം എടുത്ത റെഡിൻ്റെ ടോപ്പ് തന്നെ, അതായത് ആ ലാസ്റ്റ് ഉള്ളതിൽ മിഡിൽ വരുന്നതും താഴെയുള്ള റെഡും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഇതുപോലെ ഔട്ട്ലൈൻ പോലെ കൊടുക്കുക. കണ്ടോ, രണ്ടും മിക്സ് ചെയ്തിട്ട് ഔട്ട്ലൈൻ പോലെ, അപ്പോൾ നല്ല ഡാർക്ക് റെഡ് കിട്ടും. അപ്പോൾ ഇതുപോലെ ഔട്ട്ലൈൻ പോലെ കൊടുക്കണേ. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു വൃത്തികേട് പോലെ തോന്നില്ലേ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, എന്നിട്ട് കുറച്ച് ബ്രഷ് വാഷ് ചെയ്തിട്ട് കുറച്ച് വെള്ളം മാത്രം എടുത്തിട്ട് അതും ഒന്ന് ഫുള്ളായി ബ്ലെൻഡ് ചെയ്ത് കളയരുത്. ഏറ്റവും സൈഡിൽ ഡാർക്ക് കിടക്കണം, എന്നാൽ ഉള്ളിലോട്ട് വരുമ്പോൾ ഒന്ന് ബ്ലെൻഡ് ചെയ്ത പോലെ ഫീൽ ചെയ്യണമെങ്കിൽ വെള്ളം മാത്രം എടുത്തിട്ട് ഒന്ന് ഉള്ളിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ലെമൺ യെല്ലോ ആണ് കേട്ടോ എടുക്കുന്നത്. ലെമൺ യെല്ലോ എടുത്തിട്ട് ഇതുപോലെ വരച്ചെടുക്കുക. ഫോർ എക്സാമ്പിൾ ഒരു തെങ്ങിൻ്റെ ഓലയൊക്കെ വരക്കണ പോലെ വരച്ചെടുക്കാം. അത്ര വലിയ ഭംഗി വേണമെന്നൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് വരക്കണില്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ടൈപ്പ് ഓഫ് ലീഫ് വരച്ചാലും മതി. അപ്പം ഞാൻ ലെമൺ യെല്ലോ എടുത്തിട്ട് ഇങ്ങനെ ലീഫ് വരച്ച് കൊടുക്കുവാണേ. ഓക്കെ, ഞാൻ ഫുള്ളായി വരച്ചു കൊടുത്തിട്ടുണ്ട് ലീഫ്. ആ ലെമൺ യെല്ലോ എടുത്തിട്ടാണ് വരച്ചത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, റെഡ് എടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ കുറച്ച് ചെറീസും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. റാൻഡമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് റെഡ് എടുത്തിട്ട് ചെറീസും കൂടെ വരച്ചെടുക്കാം അല്ലേ. ഈ ഗ്രീനും റെഡ് ചെറീസൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ക്രിസ്മസ് വൈബ് അടിക്കില്ലേ അല്ലേ. അതിൻ്റെ ഇടയിൽ ഞാനൊരു സീക്രട്ട് പറയാം, നമുക്ക് ഒരു ഗിവ് അവേ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി ഇരുന്ന് കാണുന്നവർക്കായിരിക്കും ആദ്യം ഇത് മനസ്സിലാവുക. ഞാനൊരു ഗിവ് അവേ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ അണ്ടറിൽ കമൻറ്റ് ചെയ്യുന്നവരെയാണ്
ഞാൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതാ ഈ ലോങ് വീഡിയോയുടെ അണ്ടറിൽ കമൻറ്റ് ചെയ്യുന്നവർ. അപ്പോൾ ഓക്കെ, അപ്പോൾ മുഴുവനായിട്ട് ഈ വീഡിയോ കാണുക, എന്നിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക കേട്ടോ. ഓക്കെ, നമ്മൾ ആ ചെറി വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഒരു റിബണും കൂടെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വരച്ചാൽ മതി. അതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബ്ലൂ കുറച്ചും കൂടെ ഡാർക്കായിട്ട് എടുക്കുക. എന്നിട്ട് എന്താ ഇതുപോലെ കൊടുത്താൽ മതി. സോക്സിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ കുറച്ച് ഡാർക്ക്, എന്നാൽ ദൂരത്തേക്ക് പോകുമ്പോൾ കുറച്ച് ലൈറ്റായിട്ട്. അതെങ്ങനെയാണ് മനസ്സിലായല്ലോ, നമ്മൾ ഡാർക്ക് ലൈറ്റ് എങ്ങനെ ആക്കുക. ആദ്യം ഡാർക്കായിട്ട് കൊടുക്കുക, അതിനുശേഷം ബ്രഷ് വാഷ് ചെയ്തിട്ട് വെള്ളം മാത്രം എടുത്തിട്ട് കുറച്ചായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകും. ഇപ്പോൾ കുറച്ച് മനസ്സിലായില്ലേ? അപ്പോൾ ഇനി എന്തെന്ന് വെച്ചാൽ ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് നേരത്തെ നമ്മൾ കൊടുത്ത ലെമൺ യെല്ലോ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ വരക്കുക. പക്ഷെ ഞാൻ ഇതിലുള്ള ഡാർക്ക് ഗ്രീനാണ് കേട്ടോ എടുത്തത്. പക്ഷെ അത് കൊടുത്തപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്തോ പോലെ ഒരു റിയലിസ്റ്റിക് ഫീൽ കിട്ടിയില്ല. സോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റെഡിൻ്റെ ഇപ്പുറം കണ്ടാ അതൊരു യെല്ലോ ആണ് കേട്ടോ. ആ യെല്ലോവും ബ്ലൂവും തമ്മിൽ മിക്സ് ചെയ്തു. ഓക്കെ, ആ യെല്ലോയും ബ്ലൂവും തമ്മിൽ മിക്സ് ചെയ്തപ്പോൾ നമുക്ക് സാപ്പ് ഗ്രീൻ ഇല്ലേ, നമ്മുടെ ആക്രിലിക് ബോക്സിലൊക്കെ കിട്ടുന്ന സാപ്പ് ഗ്രീനിൻ്റെ എക്സാക്ട് സാധനം കിട്ടും. എന്നിട്ട് അത് വെച്ചിട്ട് ഞാൻ ആ ഒരു ലീഫൊക്കെ ഒന്ന് കൊടുത്തപ്പോൾ എനിക്ക് കുറച്ചും കൂടെ റിയലിസ്റ്റിക്കായിട്ട് ഫീൽ ചെയ്തു. സോ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എൻ്റെ ലോങ് വീഡിയോസ് ഒന്നും ആരും കാണാറില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോസ് ഇടാത്തത്. നമുക്ക് കാണുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം വരും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, കൂടുതൽ ഇടും. അപ്പോൾ കൂടുതൽ വ്യൂ വരുമ്പോൾ വീണ്ടും സന്തോഷം. അപ്പോൾ അങ്ങനെയൊക്കെ ഇടണം തോന്നുന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോ ഒക്കെ ആരെങ്കിലും കാണണ്ടേ. ഇതിപ്പം ഞാൻ ഇടുന്നത് തന്നെ 1, 2, 3 പേര് കഴിഞ്ഞ വീഡിയോ ഇട്ടത് വരച്ചയച്ച് തന്ന സന്തോഷം കൊണ്ടാണ് ഞാൻ വീണ്ടും ലോങ് വീഡിയോ ഇടാം. എന്തായാലും 1, 2 പേര് എനിക്ക് വരച്ച് അയച്ചു തന്നില്ല. അപ്പോൾ അവർ അത്രയും ഇൻട്രസ്റ്റോടെ ഇത് കാണുന്നുണ്ടല്ലോ, വരക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഒരു സന്തോഷം തോന്നിയിട്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ ഒരു ട്യൂട്ടോറിയൽ ഇട്ടത് കേട്ടോ. സോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിലോ. അയ്യോ, അതിനിടയിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, നിങ്ങൾ ബ്ലാക്ക് എടുക്കുക. കുറച്ച് മാത്രം എടുത്താൽ മതി, കൂടുതൽ എടുക്കണ്ട. കുറച്ച് ബ്ലാക്ക് എടുത്തിട്ട് കണ്ടോ, ഈ ഞാനിപ്പോൾ കൊടുക്കുന്ന ഭാഗങ്ങളിൽ മാത്രം കൊടുത്തിട്ട് ആദ്യം നേരത്തെ പോലെ തന്നെ വേണമെങ്കിൽ കട്ടിയായിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തിട്ട് വെള്ളം മാത്രം എടുത്ത് അതിനെ കുറച്ച് ബ്ലെൻഡ് ചെയ്ത് മുകളിലോട്ട് കൊടുക്കുക. ഓവറാവരുത്. നമ്മൾ ഈ പെയിൻറ്റിങ്ങിൽ ബ്ലാക്ക് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു സാധനമാണ്. അത് കൂടുതലെടുത്താൽ പിന്നെ ചിത്രം കൊളമായി, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഷെയ്ഡ് ചെയ്യുന്ന പോർഷനിൽ കുറച്ചായിട്ട് ബ്ലാക്ക് എടുത്തിട്ട് നോക്കുക കേട്ടോ, കൂടുതൽ എടുക്കരുത്. ഇനിയിപ്പം നിങ്ങൾക്ക് ബ്ലാക്ക് എടുക്കാൻ മടിയുണ്ടെങ്കിൽ റെഡും ബ്ലാക്കും മിക്സ് ചെയ്തിട്ടും ആ പോർഷനിൽ കൊടുത്താൽ മതി, നേരത്തെ ഞാൻ കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഫൈനലിലേക്ക് നമ്മൾ പോവാണ്. വൈറ്റ് എടുത്തിട്ട് നമ്മൾ സ്നോ ഫ്ലേക്സ് ആണ് ആക്കാൻ പോകണേ. ഇതുപോലെ കുറച്ച് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ കുറേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റാൻഡമായിട്ട് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ അതുപോലെ ഈ വൈറ്റ് വെച്ചിട്ട് കുറച്ച് ഡോട്ടും കൂടെ കൊടുക്കുക. അതായത് ദൂരെ നിന്ന് സ്നോ ഫ്ലേക്സ് ഒക്കെ വീഴുന്നത് ഡോട്ടായിട്ട് കൊടുക്കുക. അടുത്തടുത്തേക്ക് വരുന്ന സ്നോ ഫ്ലേക്സ് ഇങ്ങനെ വലുതായിട്ട് കൊടുക്കുക. എൻ്റെ സ്നോ ഫ്ലേക്സ് ഒക്കെ എന്താ പോലെ ഉണ്ട്, എന്നാലും നമുക്കിതൊക്കെ മതിയല്ലേ. ഓക്കെ, അതുപോലെ ഈ ഷൂ എന്നാണ് പറയണേ, ഈ സോക്സിൻ്റെ ഉള്ളിലും ഒരു സ്നോ ഫ്ലേക്സ്, ഒന്നല്ല കുറച്ച് സ്നോ ഫ്ലേക്സ് ഒക്കെ വരക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചെറിയ ഔട്ട്ലൈനും ഈ വൈറ്റ് കൊണ്ട് ഒന്ന് കൊടുക്കുക. അതുപോലെ ആ റിബണിനും വൈറ്റ് എടുത്തിട്ട് ഒരു ഔട്ട്ലൈൻ പോലെ കൊടുക്കുക. നമ്മൾ ഈ പെയിൻറ്റിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ വൈറ്റ് നമുക്ക് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു വൈറ്റ് കിട്ടണമെങ്കിൽ ഒരുപാട് ലെയർ കൊടുക്കണം. ഒരു ലെയർ കൊടുത്താൽ മാത്രം ആ വൈറ്റ് അങ്ങനെ എടുത്ത് കാണിക്കത്തില്ല. സോ 1, 2, 3 തവണയൊക്കെ അതിന് മുകളിൽ ഇങ്ങനെ ലെയർ ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ കയ്യിൽ നല്ല വൈറ്റ് ആക്രിലിക് മാർക്കറോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് വെച്ച് വരച്ചാൽ മതി, നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഇത് വെച്ച് തന്നെയാണ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു പെയിൻറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്ന ഒരു പെയിൻറ്റിങ് ആണല്ലോ ഇത്. സോ അത് മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വരയ്ക്കുന്ന എവിടെയൊക്കെയാണോ അതൊക്കെ നോക്കിയിട്ട് അവിടെയൊക്കെ സ്നോ ഫ്ലേക്സ് വരക്കണം കേട്ടോ. പിന്നെ ഡോട്ടായിട്ട് കുറേ സ്നോ ഫ്ലേക്സ് വരയ്ക്കാൻ നോർമലി നമ്മൾ ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ, ടൂത്ത് ബ്രഷ് വൈറ്റ് പെയിൻറ്റിൽ മുക്കിയിട്ട് ഇങ്ങനെ അതിങ്ങനെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ, പ്രസ്സല്ല എന്താ പറയുക, ഇങ്ങനെ ഒന്ന് തെറിപ്പിച്ച് കൊടുത്താൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഡോട്ടായിട്ട് കിട്ടും. എൻ്റെ കയ്യിൽ ഇവിടെ ടൂത്ത് ബ്രഷൊന്നും ഇല്ല മോശമായിട്ടുള്ളതൊന്നും. സോ അതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല.
ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഓരോ ഡോട്ട് 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 ഇട്ട് കൊടുക്കുക ചെയ്തത് കേട്ടോ. കാരണം ബ്രഷ് വെച്ചിട്ട് ചെയ്തപ്പോൾ എനിക്ക് 2-3 തവണ പാളിപ്പോയായിരുന്നു. നല്ല വൈറ്റ് ഡോട്ട് ഡോട്ടിന് പകരം നന്നായിട്ട് തന്നെ ഇറ്റിപ്പോയി. അതുകൊണ്ട് എനിക്കത് കോളായി പോയായിരുന്നു എൻ്റെ പെയിൻറ്റിങ്. സോ ഞാൻ അതുപോലെ ചെയ്തിട്ടില്ല, ഞാനിങ്ങനെ ബ്രഷ് കൊണ്ട് തന്നെ വരച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ കണ്ടോ നമ്മുടെ പെയിൻറ്റിങ് ഏകദേശം കഴിയാനായി. അപ്പോൾ ഇപ്പോൾ തന്നെ ഭയങ്കര ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ എന്തോ ഒരു ഭംഗിക്കുറവ് പോലെ തോന്നിയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടറിയോ, ഈ സോക്സിൻ്റെ കുറച്ചും കൂടെ ഭംഗിയായി കാണാൻ ബ്ലൂ എടുത്തിട്ട് ഒന്നും കൂടെ അതിൻ്റെ കോർണേഴ്സും ഒക്കെ ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആദ്യം സ്നോ ഫ്ലേക്സ് വരച്ചു. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ സോക്സ് എന്ന് വെച്ചാൽ നല്ല ത്രെഡിൻ്റെ സോക്സ് ആണല്ലോ. അപ്പോൾ ഇതാ ഇങ്ങനെ ആ വൈറ്റ് പോർഷനിലൊക്കെ നമ്മൾ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പിയിലൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരു പഞ്ഞിയല്ലേ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഫീൽ വരുത്താൻ ഇങ്ങനെ വൈറ്റ് എടുത്തിട്ട് ഇങ്ങനെ 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 ഹെയർ പോലെ കൊടുക്കണം കേട്ടോ. അപ്പം കുറച്ച് ഭംഗിയായിരിക്കും. അതുപോലെ വൈറ്റ് വെച്ചിട്ട് ഈ ഒരു ഭാഗം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ വൈറ്റ് വെച്ചിട്ട് അതല്ലേ ബാക്ക് സൈഡിലും ഒക്കെ ഞാൻ ഇങ്ങനെ വൈറ്റ് വെച്ചിട്ട് ഹൈലൈറ്റ് കൊടുക്കുന്നുണ്ട്. അല്ലേ, ക്രിസ്മസ് അപ്പൂപ്പൻ്റെ സോക്സൊക്കെ ആ ഒരു ഷൈനി ആയിട്ടുള്ള ഹെയർ പോലത്തേനും കൊണ്ടല്ലുണ്ടാവുക. ഓക്കെ, ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ. ഒന്നും കൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ബ്ലൂ എടുത്തിട്ട് ഡാർക്ക് ബ്ലൂ, നമ്മൾ ലൈറ്റ് ബ്ലൂ അല്ല, ആ മിഡിൽ പോർഷനിലെ ലൈറ്റ് ബ്ലൂവിൻ്റെ തൊട്ടിപ്പുറം ഡാർക്ക് ബ്ലൂ ഉണ്ട്, നല്ല ഡാർക്ക് ബ്ലൂ. അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഔട്ട്ലൈൻ കൊടുത്താൽ ഭംഗിയുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഡാർക്ക് കൊടുക്കുക, എന്നിട്ട് വെറും വെള്ളം മാത്രം എടുത്തിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ, ഒക്കെ ഉണ്ടോ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ഞാൻ കൊണ്ടുപോകുന്നുണ്ടോ? അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഈ സ്നോ ഫ്ലേക്സ് വരക്കുന്നതിന് മുമ്പേ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പായിരുന്നു, ഞാൻ വരച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്തത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇനി ലാസ്റ്റ് ഫൈനലായിട്ടൊരു ചെറിയ സ്റ്റെപ്പ്, ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചെയ്യണ്ട കേട്ടോ. അതായത് ഈ സ്നോ ഫ്ലേക്സിൻ്റെ ഷാഡോ ആ ഒരു സോക്സിൽ വരുന്ന പോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ആ സ്നോ ഫ്ലേക്സിൻ്റെ സൈഡിൽ കുറച്ച് ഡാർക്ക് റെഡ് കൊടുത്താൽ മതി. ഇങ്ങനെ ഞാൻ കൊടുക്കുന്ന പോലെ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ സ്നോ ഫ്ലേക്സിന് ഒരു ഷാഡോ വരണ ഒരു ഫീൽ വരില്ലേ. അത് നിങ്ങൾക്ക് വേണ്ട, ഇഷ്ടപ്പെട്ടില്ല എന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്തോ കേട്ടോ. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട്? ഭയങ്കര ഭംഗിയില്ലേ? അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.